നമസ്കാരം. രാമനവമി ആഘോഷങ്ങൾക്ക് മുന്നോടിയായി വർഗീയ സംഘർഷം ഒഴിവാക്കാൻ പശ്ചിമ ബംഗാളിൽ അതീവ ജാഗ്രത എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നു. സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലെയും വാർഡുകളിലും പഞ്ചായത്ത് തലത്തിലും ഹിന്ദു ജാഗരൺ മഞ്ച് 5000-ഓളം ഹിന്ദു ഘോഷയാത്രകൾ നടത്തുമെന്നുള്ള റിപ്പോർട്ടും ഇതിനോടൊപ്പമുണ്ട്. സംഘപരിവാർ സംഘടനയായ ഹിന്ദു ജാഗരൺ മഞ്ച് ബസാരത്ത്, സിലിഗുരി, കൊൽക്കത്തയിലെ ബുറാസബാർ എന്നിവിടങ്ങളിൽ മെഗാ ഘോഷയാത്രകൾ കൂടി ആസൂത്രണം ചെയ്തിട്ടുണ്ട് എന്നും പറയപ്പെടുന്നു. നിലവിൽ ഹൂഗ്ലി, ഗൗറ, അതിനോടൊപ്പം തന്നെ വടക്കും തെക്കുമുള്ള ദിനാജ്പൂർ മേഖലകൾ, അസൻസോൾ, ബാരക്പൂർ എന്നിവിടങ്ങളിലെ ജില്ലാ ഭരണകൂടം കനത്ത ജാഗ്രത പാലിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. എന്തുകൊണ്ടാണ് ബംഗാളിൽ മാത്രം രാമനവമിക്ക് മുന്നോടിയായി ഇത്ര കണ്ട് മുൻകരുതൽ അല്ലെങ്കിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിന് കാരണം മുൻകാലങ്ങളിൽ രാമനവമി ആഘോഷവേളയിൽ ബംഗാളിൽ ഇറങ്ങിയേറിയ വർഗീയ സംഘർഷങ്ങൾ ചെറുതായിരുന്നില്ല. രാമനവമി ആഘോഷങ്ങൾ മിക്കവാറും രാഷ്ട്രീയ യുദ്ധക്കളമായി മാറുന്ന ഒരു കാഴ്ചയ്ക്ക് തന്നെയായിരുന്നു പശ്ചിമ ബംഗാൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെയും സാക്ഷ്യം വഹിച്ചുകൊണ്ടിരുന്നത്. റാലികൾ രാഷ്ട്രീയ പോരിലേക്കും പിന്നീട് അത് വർഗീയ കലാപങ്ങളിലേക്കും പൊട്ടിപ്പുറപ്പെടുന്ന ഒരു കാഴ്ച പശ്ചിമ ബംഗാളിൽ സാധാരണമായിരുന്നു. കഴിഞ്ഞ വർഷം ഹൗറയിൽ ഉൾപ്പെടെ ഒരു സംഘർഷം ഉണ്ടായിരുന്നു. ഇത് പിന്നീട് നോർത്ത് ദിനാജ്പൂർ, ഹൂഗ്ലി എന്നീ 2 ജില്ലകളിലേക്ക് വ്യാപിക്കുകയും ചെയ്തിരുന്നു. വ്യാപകമായ നാശനഷ്ടങ്ങൾ, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള രാഷ്ട്രീയ കൊലപാതകങ്ങൾ പോലും ഇതിനിടയിൽ സംഭവിക്കുന്നുമുണ്ട്. എന്തായാലും ബുധനാഴ്ച നടക്കുന്ന രാമനവമി ഘോഷയാത്രയിൽ ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുക്കുമെന്ന് തന്നെയാണ് ഹിന്ദു ജാഗരൺ മഞ്ച് അറിയിക്കുന്നത്. പശ്ചിമ ബംഗാളിൽ രാമനവമി ആഘോഷങ്ങൾ തടയുന്നതിനു വേണ്ടി ഭരണകക്ഷിയായ തൃണമൂൽ കോൺഗ്രസ് ഗൂഢാലോചന നടത്തുന്നു എന്നുള്ള ഒരു ആരോപണം അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുന്നോട്ട് വെച്ചത് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് മാത്രമാണ്. എന്തായാലും പൊതു അവധി നൽകിയും ഈ റാലികൾക്കൊക്കെ അനുമതി നൽകിക്കൊണ്ട് മമതാ ബാനർജി ബംഗാളിൽ മുട്ടുമടക്കിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് ഇന്ത്യ മലയാളം.